10 റുപ്യ 5 റുപ്യ ഉമ്മ ഒരു 5 റുപ്യ തരുമോ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ ഉമ്മ ഒരു 5 റുപ്യ തരുമോ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ ഇറങ്ങാണ്ട് 5 റുപ്യ ഇട്ടിട്ട് ഇങ്ങനെ ഇടേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വാപ്പ എനിക്കുള്ള ഉണ്ടാക്കിട്ട് തന്നെടാ പെയ്ക്കണത്. എന്റെ വാപ്പ എനിക്കിട്ട് ഉണ്ടാക്കിട്ട് തന്നെ പെയ്ക്കണത്. അല്ല ഓന്റെ ഒരു 5 റുപ്യയും 10 റുപ്യ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഉമ്മ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ അമ്മ തൊപ്പിക്ക് ഒരു BMW വാങ്ങണേലമ്മ ഓനെ ഇട്ട് കൊടുക്കട്ടെ എന്ന് കണ്ട് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാക്കിട്ടോ തൊപ്പിയെ ഇന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 10 റുപ്യയും കാര്യങ്ങളെ കണ്ടിട്ട് തന്നെ എന്നെ അവിടെ നിൽക്കണേ. ഇന്നിപ്പോ എന്നെ പേടിച്ചിട്ട് പട്ടിണി കൊണ്ട് വെച്ചിരിക്കണം. നാടണ്ടടാ ചൈനയായി എനിക്ക് നാടണ്ട. എന്നെ പേടിച്ചിട്ട് ഒരു പട്ടിനെ കൊണ്ട് വെച്ചിരിക്ക നാടണ്ടടാ. ആ റാമ്പൊക്കെ ജിമ്മിന് പോയിട്ടുണ്ടെങ്കിൽ ഓന്റെ തടിയൊക്കെ കണ്ടില്ല. എന്റെ തടിന്റെ മാതിരിയാ. പള്ളിയും കൊണ്ടൊക്കെ ആകെ കണ്ടിച്ച് പറഞ്ഞാൽ തോറിന്റെ വലിപ്പമില്ലാത്ത ആളാ ഞാൻ. എനിക്ക് എന്റെ നീളം വലിപ്പം കണ്ടോ? എന്റെ നീളം വലിപ്പം കാണണമെങ്കിലേ ശങ്കറപ്പോടും കൂടിയിട്ടാണ് നേരിടും ഞാന്. മനസ്സിലായോ? എനിക്ക് എന്റെ നീളം വലിപ്പം കാണണേക്ക് കണ്ടോ? ആ ജാതി വെല്ലുവിളി ഒന്ന് ജിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട മോനെ. ജീവനെ പേടിയുള്ളവനെ ആ പേടി ഉണ്ടാവുള്ളൂ. ആ പേടി എനിക്കില്ല. അത് മനസ്സിലാക്കിക്കോ. ജീവനെ പേടി എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. മനസ്സിലായ എനിക്ക്? മലപ്പുറത്തെ അല്ലാതെ എനിക്ക് ഇങ്ങനെ പറഞ്ഞാല് നാളെ ഇപ്പൊ ഉദ്ഘാടനത്തിന് ഇങ്ങനെ നടക്കുന്നിടത്ത് നടക്കല്ലേ ഞാൻ ഇവിടെ ഒരു പണിയില്ലാതെ നടക്കുക. ഇങ്ങനെ നടക്കുന്നിടത്ത് ഇങ്ങനെ നടക്കരുത്. ജാരടാ ഇങ്ങനെ നടക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ നടക്കാൻ തൊപ്പിയുടെ വന്നോ ഞാൻ അങ്ങോട്ട് വരുന്നാല് നമുക്കൊന്ന് ഓനെ പൂട്ടണം. ഇങ്ങനെ എന്റെ പിന്നാലെ അടുക്കല്ലേ പണി കിട്ടും. ഒരു നാൾ എന്നെ എന്റെ കൈ കിട്ടും. ഒരു നാൾ അന്ന് ഞാൻ എന്നെ വിടൂല. ഒരു നാള് അന്ന എന്റെ കയ്യെ കിട്ടുന്ന സമയത്ത് അന്ന് ഞാൻ എന്നെ വിടൂല. അത് മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? എന്റെ പിന്നാലെ നടക്കുന്ന പണിയല്ല എന്റെ പണി. പേടിച്ച് വാതിലടച്ച് ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കിയോലല്ലടാ നിങ്ങൾ പേടിച്ച് ആ ജാതി ബേജാറൊന്നും ഇവിടെ ഇല്ല. ആ ജാതി ബേജാറൊന്നും ഇവിടെ ഇല്ല. മരിച്ചാലാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞമ്മക്ക്. മനസ്സിലായോ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റയില് ഞാൻ അങ്ങനെ തെറി വിളിക്കാത്ത ആളാണ്. അത് നിങ്ങള് ഓക്കെയാണ്. നമ്മളങ്ങനെ തെറിയൊന്നും നമ്മൾ വിളിക്കലില്ല. അതിനിങ്ങോട്ട് നമ്മൾ സോറി ചോദിക്കണം. നിങ്ങൾക്ക് അത് ഹേർട്ടായിക്കോട്ടെ. നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കും. പക്ഷെ ഈ പട്ടിനെ കണ്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ പോയി കടന്നിറങ്ങില്ല. ആ കടന്നിറങ്ങിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുമില്ല. അതാരായിക്കോട്ടെ എന്തായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഇവന്റെ ഉദ്ഘാടനം ഇവന്റെ ഇതിങ്ങനെ നോക്കി നടക്കലല്ല എന്റെ പണി. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ പോണോടത്തൊക്കെ ഇങ്ങനെ പോയിട്ടേ തൊപ്പിണ്ടോ ഉദ്ഘാടനത്തിൽ നിൽക്കണോ? അവരിപ്പോ ബോഡി ഗാർഡ് ഉണ്ടോ? റാമ്പ് ഉണ്ടെങ്കിലേ പേടിയാ. വരാൻ പേടിയാണേ. റാമ്പ് ഉണ്ടെങ്കിലേ ആകെ പേടിയാണ്. മുട്ടുകാല് കണ്ടെങ്കില് വിറക്കാണ്. കണ്ടങ്ങള് കാലിങ്ങനെ വിറക്കാണ്. റാമ്പുണ്ട് വെച്ചിട്ടേ കാലിങ്ങനെ വിറക്കാണ്. റാമ്പ് വരിച്ചിട്ടേ കാല് വിറക്കുക. മനസ്സിലായോ? റാമ്പുണ്ടാവും കാലിന്റെ ഇങ്ങനെ വിറക്കാണ്. ആർക്കിട്ടാണ് ആ ചെങ്ങായിമാരങ്ങൾ ഓതുന്നത്? ആ ജാതി ഡയലോഗൊന്നും നിങ്ങൾ അടിക്കണ്ട. നിങ്ങൾ എന്തെന്നെ അടിച്ചോളിടോ. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ എന്ത് തന്നെ അടിച്ചോളി, എന്ത് തന്നെ ചെയ്തോളൂ. അതൊന്നും ഇവിടെ വിഷയേ അല്ല. ഈ ഐഡി പോയാൽ വേറെ ഐഡിയിൽ വരും. ഞാൻ ഈ ഐഡി പോയാല് വേറെ ഐഡി വരും. 1 മില്യന്റെ ഐഡിയ കടാ 6 മാസം കൊണ്ട് സാജാന ആക്കോടാ. 6 മാസം മതി എനിക്ക് 1 മില്യൺ അടിക്കാൻ. 6 മാസം. മനസ്സിലായോ? അതിലൊന്നും ഇവിടെ വേജാറും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഓനിങ്ങനെ നമ്മളെ മറ്റേ ബെല്ല് വിളിച്ച് കാണ്ട് എന്ത് വെല്ലുവിളി ആണെങ്കിലും പൊന്നു തൊപ്പിയ. ഈ 4ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് എൻ്റെ അടുത്തുള്ളത്. ഈ 4ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരെ പേടിച്ച് കാണിച്ച് ഇന്നെ പേടിപ്പിച്ചണ്ട. എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്. മനസ്സിലായോ? എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്. അത് മനസ്സിലാക്കിക്കോ കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ല ലൈഫ്. ഇനിയിപ്പോ എന്ത് തന്നെ വന്നോട്ടെ, എങ്ങനെ തന്നെ വന്നോട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ ചോദ്യം ഈ ലൈവിനോട് ഞാൻ നിങ്ങളെ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുമല്ലേ? ഇന്നലെ ഇപ്പൊ റാമ്പോ പറഞ്ഞു എന്റെ തന്തന്റെ തന്താന്ന് ഇല്ലേ? ആ തന്തന്റെ തന്താന്ന് പറയുമ്പോ നിങ്ങളാണെങ്കിൽ പ്രതികരിക്കുമല്ലേ? ഞാൻ പ്രതികരിക്കും മക്കളെ. ഞാൻ മരിക്കണത് വരെ ഞാൻ പോരാടും. മരിക്കണത് വരെ.
മനസ്സിലായോ? മരിക്കണത് വരെ ഞാൻ പോരാ, അതിലൊരു സംശയവും വേണ്ട. മരിക്കണത് വരെ ഞാൻ പോരാണ്. എടാ തൊപ്പിനെ കോള് വിളിക്കുന്ന തൊപ്പി വിളിക്കണ്ടേ? ഓങ്ങോട്ട് വിളിക്കണ്ട ചങ്ങായിമാരെ, ഓങ്ങോട്ട് വിളിക്കാതെ ഞാൻ ഏതൊക്കെ വിളിച്ചേണ്ടത്? ഓയിച്ച് ഓനെ വിളിക്കാനൊന്നും കഴിയൂല, മനസ്സിലായങ്ങൾക്ക്? ഓങ്ങോട്ട് വിളിക്കാന്നുണ്ട്. എവിടെ വിളിക്കണു? ഓൻ വിളിക്കൂല. ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ആളാവാനും പറയാനും ചങ്ങായിമാരെ എങ്ങൾക്കും കഴിയും, എല്ലാവർക്കും കഴിയും. പക്ഷേ നേരിക്ക് നേരെ മുട്ടാളാവതൊന്നും ഓനില്ല. നിങ്ങൾ പറയും ഓന്റെ ലൈവ് പോയിട്ട് വരാൻ പറയും, വിളിക്കാൻ പറയും, ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയുന്നുണ്ട്. ഓനോട് ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും. എല്ലാവർക്കും ലൈവൊക്കെ വരാൻ കഴിയൂടാ, എല്ലാവർക്കും വരാനും എല്ലാവർക്കും സംസാരിക്കാനും എന്തിനും പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളാരും തെറി പറയാനോ നിങ്ങളാരും ഇതാക്കാനോ ഒന്നുമല്ല. ഞാൻ ഒരാളും തെറി വിളിക്കാനോ നിങ്ങളാരും തെറി വിളിക്കാനോ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് വിളിക്കാൻ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓന്റെ വീഡിയോ കോളോ കോൾ ഓപ്ഷനോ എന്റെ ഇൻസ്റ്റയിൽ വരുന്നില്ല. അത് ഓനെ ഫോളോ ചെയ്യണം, അപ്പോൾ ഓൻ്റെ വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ആ ജാതി ബേജാറും ആ ജാതി കളിയൊന്നുമില്ല. നിങ്ങൾ തെറി പറയേണ്ടവരൊക്കെ പറഞ്ഞോളൂ, അതൊന്നും ഇവിടെ വിഷയമല്ല. ആ തെറി മൈൻഡ് അപ്പുറം കേട്ടിട്ടാണ് ഇന്ന് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ അതിലൊന്നും നമ്മൾ വിലപ്പോകൂല മക്കളെ, അതിലൊന്നും വിലപ്പോകൂല. എനിക്ക് പറയാനുള്ള ഒറ്റ വർത്താനമുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ തൊപ്പിന്റെ വീട്ടിൽ വന്നപ്പോ റാമ്പ് ഉണ്ടായിരുന്നു, എല്ലാ ടീമോടെ ഉണ്ടായിരുന്നു. പട്ടിയെ പോലെ പെരന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നോന്ന് എന്തിനാണ് ഞാൻ ഇവിടെ വന്നു? ഞാനേ ജിമ്മിന് പോയതേനും എന്റെ തടിയൊക്കെ ഒന്ന് ഉസാറാക്കാൻ വേണ്ടിട്ട് ജിം